ഈ കമുക് നട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം. കമുക് നട്ട് കഴിഞ്ഞിട്ട് ഈ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നാൽ മാത്രമേ നിലനിർത്തേണ്ടതുള്ളൂ. ആരോഗ്യത്തോടെ വളർന്നു എങ്ങനെയാണെന്ന് ചോദിച്ചാലേ, കടവണ്ണം കൂടുതലുള്ള തൈകളാണ് ഏറ്റവും നല്ലത്. കടവണ്ണം മെലിഞ്ഞിട്ടാണ് വളർന്നു വരുന്നതെങ്കിൽ അത്തരം കമുകുകളെ നമ്മൾ മാറ്റിയിട്ട് പുതിയ കമുക് വെച്ചു കൊടുക്കാനുള്ളത്. അതുപോലെ വാർഷിക വലയങ്ങൾ കണ്ടില്ലേ, ഈ വലയങ്ങൾ, വാർഷിക വലയങ്ങൾ ഈ ചില ഇനങ്ങളില്ല, മോശം തൈക്ക് കാണത്തില്ല. അപ്പോൾ വാർഷിക വലയങ്ങളും കടവണ്ണം കുറവുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയുടെ എണ്ണം കുറവാണെങ്കിലും അത്തരം തൈകൾ ഒരു വർഷത്തിൽ കൂടുതൽ നിർത്തരുത്. അത് മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് പുതിയത് വെച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും. സ്ഥലനഷ്ടം മാത്രമല്ല, നമ്മുടെ ഒരു കമുകിന്റെ സ്പേസ് നഷ്ടപ്പെട്ടു പോകും. അപ്പം ഏറ്റവും മുന്തിയ ആരോഗ്യമുള്ള ഇനങ്ങൾ മാത്രമേ നട്ടു വളർത്തി പരിപാലിച്ച് കൊണ്ടുവരാവൂ. കാരണം ഒരു ദീർഘകാല വിളയാണ്. ദീർഘകാല വിളയാകുമ്പോൾ ഒരുപാട് കാലം ജീവിക്കേണ്ട ഒരു വിളയാണ് കമുക്. അപ്പോൾ ശ്രദ്ധാപൂർവ്വമുള്ള പരിചരണം, കൃത്യമായ വളപ്രയോഗം, കൃത്യമായ ജലസേചനം, കൃത്യമായ സസ്യരോഗ നിവാരണങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ കമുക് ആദായകരമാവുകയുള്ളൂ.